ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ഗുരുവായൂർക്ക് പോവാം കേട്ടോ. എൻ്റെ കസിൻ്റെ അനിയത്തിയുടെ ചോറൂണിനാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഞാനപ്പോൾ അതേ മുടി ഇട്ടിക്കൊണ്ടിരിക്കുകയാണ്. അനിയത്തിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവൾ ഇതേ പൗഡറിൽ കളിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടില്ല, അവൾ മുഖത്ത് തന്നെ പൗഡർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അവൾ. അപ്പം ഞങ്ങളിങ്ങനെ ഞങ്ങൾക്ക് പോകണം, തറവാട്ടിക്ക് ഞങ്ങൾക്ക് പോകണം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പിക്സൊക്കെ എടുത്തു, ഞങ്ങൾ ഫോട്ടോസും ഒക്കെ എടുത്തു. ഇവിടെ നിന്നിട്ടാണ് ഇറങ്ങിയത് കേട്ടോ ഞങ്ങൾ. അവൾക്ക് ഹെയർ ബാൻഡ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അവൾ തന്നെ വെക്കുന്നത് കണ്ടിട്ടാണ്. അപ്പം ഞാൻ മാത്രമാണ് കേട്ടോ എൻ്റെ ഫാമിലിയായിട്ട് പോകുന്നുള്ളൂ. ഞാനും എൻ്റെ അനിയത്തിയും പോകുന്നുണ്ട്. അവളിതേ ഉടുപ്പൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു നീല ഉടുപ്പാണ് ഇടുന്നത്. അവളിത് തനിയെ നടന്ന് വരികയാണ് കേട്ടോ. അവിടുന്ന് ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. വിളേനൊക്കെ കൂട്ടിയിട്ടൊരു ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അതേ അവൾ ഹാളിക്ക് വന്നിട്ടുണ്ട്. അവളിത് ഹെയർ ബാൻഡിൻ്റെ കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട് കേട്ടോ. വാശി പിടിച്ചിട്ടാണ് ഹെയർ ബാൻഡ് ഇട്ടത് കേട്ടോ. അപ്പം ഞാൻ ഇതേ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഡ്രസ്സാണ് ഇടുന്നത്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അവൾ ഹായൊക്കെ കാണിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടാണ്. അപ്പം ഞാൻ ഈ നീല ഡ്രസ്സാണ്, അവൾ വൈറ്റും ഒരു ഗ്രീനുമാണ്. ഇതെൻ്റെ അമ്മയുടെ സാരി വെച്ച് തയ്ച്ചതാണ് കേട്ടോ. ഇത് അവളുടെ പിന്നെ ഷോപ്പിൽ നിന്ന് എടുത്തതാണ്. ഞാൻ മാല ഇടാനായിട്ട് ഇടുവാണ്. എനിക്ക് മാല ഇടണമായിരുന്നു. ഞങ്ങൾ ഇറങ്ങുവാണ് കേട്ടോ. വഴി കൂടെ പോവാണ്. സമയം 5 മണിയൊക്കെ ആയിട്ടുണ്ടാവും, ഇത്ര ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അപ്പം ഞാൻ വണ്ടിയിൽ കയറിയാണ് പോകുന്നത്. അവർ നടന്നിട്ട് വരും കേട്ടോ. അപ്പം ഞാൻ വണ്ടി കയറി പോയിട്ട് തറവാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഞങ്ങളും കുറേ പിക്സൊക്കെ എടുത്തു. അവിടെ നിന്ന് ഇതിൻ്റെ കസിനാണ് കേട്ടോ. അവളുടെ അനിയത്തിയുടെ ചോറൂണിനാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഇത് അവളുടെ അനിയത്തിയാണിത്. അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കിട്ടി. ഇത് യുവിയാണ് കേട്ടോ, അവൻ ഉറങ്ങുവാണ്. അതും എൻ്റെ കസിൻ്റെ അനിയൻ തന്നെയാണ്. കണ്ടില്ലേ, ഇന്നലെ അവളുടെ പിറന്നാളായിരുന്നു. അപ്പോൾ അവിടുത്തെ അച്ഛമ്മയുടെയും ഇവളുടെയും ഒരുമിച്ചുള്ള പിറന്നാളായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും എല്ലാം എടുത്തു. പിന്നെ ഇതേ അവൾക്ക് ബലൂൺ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ബലൂൺ എടുത്തു കൊടുത്തു കേട്ടോ. പിന്നെ ഞങ്ങളിതേ അവിടെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ കളിച്ചു കേട്ടോ അവിടെ. പിന്നെയാണ് ഞങ്ങൾ അവിടെ നിന്ന് പോയത് കേട്ടോ. ഞങ്ങളടച്ച് കുറേ നേരം ഇരുന്ന് കളിച്ചു. നമുക്ക് കുറേ പേര് വരാനൊക്കെ ഉണ്ടായിരുന്നു, വണ്ടിയൊക്കെ വരാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ കുറേ ഇരുന്ന് കളിച്ചു കേട്ടോ. അവളെന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ ഞാൻ ഗോൾഡൻ ബലൂണ്, പർപ്പിൾ ബലൂണ് എല്ലാം എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അവൾക്ക്. പിന്നെ അത് ഇടക്കിടക്ക് അവരുടെ കയ്യിൽ നിന്ന് സ്ലിപ്പാവുന്നുണ്ട്. ഞാൻ കാരൻസിലാണ് കേട്ടോ പോകുന്നത്. ഇതേ ആ ബ്ലാക്കിലാണ് ഞാൻ പോകുന്നത്. അപ്പം എൻ്റെ കസിന് ഈ വൈറ്റിലാണ് പോകുന്നത്. പിന്നെ ഞങ്ങൾ ആ ബൊലേറോയും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വല്യച്ഛനാട്ടോ വണ്ടി ഓടിക്കുന്നത്, ഞാനും പാപ്പനൊക്കെ ബാക്കിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിതേ ഗുരുവായൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാർക്കിങ്ങിലാണ് വണ്ടി. എന്നല്ലേ ഞാൻ അവളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഇതേ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു വണ്ടിയും പിന്നെ ഈ ഒരു വണ്ടി ഞങ്ങളുടെയാണ് കേട്ടോ. അപ്പം അനിയത്തി അവിടെ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടു കേട്ടോ. അവൾക്കത് വേണം വാശി പിടിച്ചിട്ട് പാപ്പന് ഓരോന്നും എടുത്തിട്ട് വരും കേട്ടോ അവിടെ നിന്ന്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് മിഠായികളൊക്കെ വാങ്ങിയിട്ട് ഇത് ഞങ്ങളിങ്ങനെ നടന്നു കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ കസിന്, ആളുടെ പേര് അനശ്വര എന്നാണ്. ഇങ്ങനെ നടന്നു വരുമ്പോൾ വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും പോസ്റ്റ് ചെയ്യായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്നിട്ട് അവളെ എടുത്തുകൊണ്ട് പോയി കേട്ടോ. അപ്പോൾ അവൾക്ക് നല്ല സങ്കടമായി. പിന്നെ ഞങ്ങൾ 4 പേരാട്ടോ കുട്ടികളായിട്ടുള്ളത്. പിന്നെ അവളുടെ അനിയത്തിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോവാണ് കേട്ടോ. ആൾക്ക് മെല്ലെ സ്ലോ ആയിട്ട് നടക്കണം കേട്ടോ. പാവാടയൊക്കെ ഇട്ട് സുന്ദരിയായിട്ടുണ്ടേ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഞങ്ങൾ കൗണ്ടറിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ.
ഞങ്ങൾ ഇവിടെയാണ് കേട്ടോ ചെരുപ്പൊക്കെ ഊരി വെച്ചത്. എന്നിട്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കിടന്നു. ഇതാണ് കേട്ടോ ഞങ്ങളെ ചോറൂണിനുള്ള അനിയത്തി കേട്ടോ. അവൾ നല്ല ഉറക്കമാണ്, ഇങ്ങോട്ട് വരുമ്പോഴേക്കും നല്ല ഉറക്കമാണ് കേട്ടോ. ഇനി ഞങ്ങളവിടെ ചോറൂണിൻ്റെ അവിടേക്ക് പോവുകയാണ്. ഇവിടെ അമ്പലത്തിലൊക്കെ വന്ന് തൊഴുതിട്ട് കേട്ടോ അങ്ങോട്ട് പോയത്. അപ്പോൾ അതേ ഞങ്ങൾ അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ കല്യാണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അതേ അനിയത്തിക്കൊരു ഹെയർ ബാൻഡ് വാങ്ങിച്ചു, പിന്നെ ഒരു ഞെക്കണ സാധനം വാങ്ങിച്ചു, ഒരു ബോ വാങ്ങിച്ചു, കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടാട്ടോ ഞങ്ങൾ അവിടെ നിന്ന് പോയത്. പിന്നെ ഇത് ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് എത്താറായിട്ടോ. ഇവിടെ ഡാൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നെന്തോ പ്രത്യേകത ഉള്ള ദിവസം തോന്നുന്നു. എന്നും ഞങ്ങൾ പോകുമ്പോൾ ഒന്നും ഡാൻസ് ഒന്നും ഉണ്ടാകാറില്ല. ഇന്നെന്തോ ഞങ്ങൾക്ക് ഒരു ഭാഗ്യമുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഞങ്ങൾക്ക് സീറ്റൊന്നും കിട്ടിയില്ല. ഇപ്പം ഞങ്ങൾ കഴിക്കാൻ വന്നിരിക്കുക കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പം അനിയത്തിനെ എടുത്ത് ഞങ്ങൾ പോവുകയാണ്. കണ്ടില്ല, അവിടെ കുറേ കേക്കുകളും പലതരം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്തിരുന്നില്ല. ഞങ്ങൾ നേരെ മുകളിലേക്ക് പോയി കേട്ടോ. അപ്പോൾ ഇതേ ഞങ്ങളിങ്ങനെ സ്റ്റെപ്പ് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലാണ് കേട്ടോ നമ്മളെ സീറ്റൊക്കെ വരുന്നത്. താഴത്ത് മറ്റേ ഓട്ടറിങ്ങിൻ്റെ ഐറ്റംസൊക്കെയാണ് വരുന്നത്. നേരെ നമ്മൾ പോവുകയാണ് കേട്ടോ. ഈ ഡോറാണ് അങ്ങോട്ടുള്ളത്. അപ്പം ഞങ്ങൾ നേരെ പോയി. അവിടെ ഞങ്ങൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ ഞങ്ങൾ സീറ്റൊക്കെ പിടിച്ചിരുന്ന് ഞാനൊരു നെയ് റോസ്റ്റായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എൻ്റെ കസിനും അത് തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. എൻ്റെ അനിയത്തിക്ക് ഒരു വട വാങ്ങിച്ചു കൊടുത്തു. അവളതിൻ്റെ പകുതി തിന്നിട്ടുള്ളൂ കേട്ടോ. ഞങ്ങളതിനെ ഞെക്കി ഇരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേ അവിടെ എന്തൊക്കെയോ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഞങ്ങളവിടെ വെറുതെ കളിപ്പിക്കണം കേട്ടോ. ഇത് ചേട്ടക്കിടക്ക് ചിരിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ഫുഡൊക്കെ എത്തിയിട്ടോ. ഞങ്ങൾ കുറച്ച് കുറച്ചായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഞങ്ങൾക്കോട് ബർത്ത്ഡേ പാർട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിത് കുറച്ച് നേരം വലിയച്ഛൻ്റെ കൂടെയൊക്കെ കളിച്ചു. അവർ ഗസ്റ്റസൊക്കെ വരാണ്ട്, അപ്പോൾ അവരുടെ കൂടെയൊക്കെ കയറി കളിക്കണം. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അനിയത്തി ഇതേ ഈ ഡ്രസ്സാണ് ഇട്ടായിരുന്നത് കേട്ടോ. ഞാൻ ഈ ഡ്രസ്സാണ് ഇട്ടായിരുന്നത്. നമുക്ക് എങ്ങനെ കളിക്കേണ്ടതെന്ന് കോൺസെൻട്രേറ്റ് ഇല്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതേ അവിടെ ചെറുതില്ലേ, അതും എൻ്റെ അനിയനാട്ടോ, മേമ്മയുടെ കുട്ടിയാണ്. ഇതും എൻ്റെ മേമ്മയുടെ കുട്ടിയാണ് കേട്ടോ. ഞാനാണ് എൻ്റെ കുട്ടികളുടെ ഏറ്റവും മൂത്തതാണ് ഞാൻ. അതേ ഞങ്ങളിവിടെ കുളമൊക്കെ ഉണ്ട്. ഇതിൻ്റെ അനിയനാണ് കേട്ടോ. ഇതിൻ്റെ കാണാൻ ഞങ്ങൾ കുറേ കേക്ക് കട്ടിങ്ങൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ പാർക്കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.